വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഈ ആതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ആന തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ വെടിവെക്കാനാണ് നീക്കം. ആനയ്ക്ക് തൊട്ടരികിൽ തന്നെ ദൗത്യസംഘം കാത്തു നിൽക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്രയും സംഘമാണ് മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആനയെ മയക്കുവെടി വച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ആന അവശനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ആന ഇപ്പോൾ മയക്കുവെടി വച്ചിരിക്കുകയാണ്. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള അതിന് മുകൾ ഭാഗത്തുള്ള തുരുത്തിലാണ് ആന നിൽക്കുന്നത്. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ വളരെ വേഗത്തിൽ ആനയെ മയക്കുവെടി വെക്കുകയായിരുന്നു. ആന ഇപ്പോൾ അവശനാണ് എന്നാണ് ഡോക്ടർമാരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഉടൻ ചികിത്സ നൽകേണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ അവശ നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടി വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മസ്തകത്തിന് പരിക്കേറ്റ നിലയിലാണ് ആനയെ കണ്ടെത്തിയത്. ഇപ്പോൾ കാട്ടാനയെ മയക്കുവെടി വച്ചിരിക്കുന്നു. ആന അവശ നിലയിലാണ്, ആരോഗ്യനില മോശമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. ശരത്ത് കൂടി ചേരുകയാണ്. ശരത്ത്, ഇപ്പോൾ ആനയെ മയക്കുവെടി വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആനയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മയക്കുവെടി കൂടി ഏൽക്കുമ്പോൾ സ്വാഭാവികമായും അത് കുറച്ചുകൂടി സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചോ? മനു, തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വിദഗ്ധ ചികിത്സ അനിവാര്യമായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്രിയ ഇന്നലെ രാത്രി എത്തിയിരുന്നു. എത്രയും ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിപ്പാടുമായിട്ട് ആന ചാലക്കുടി മേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഈ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനകത്ത് വിദഗ്ധ സംഘത്തിനെ സംബന്ധിച്ച് മയക്കുവെടി വെക്കുന്നതിന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം പുഴയോരത്താണ് നിന്നിരുന്നത്. സ്വാഭാവികമായിട്ടും വെടിവെച്ചു കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തും എന്ന കാര്യത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആന ഇപ്പോൾ വെടിവെച്ചു എന്ന് പറയുന്നത് ഈ ആന പുഴയിൽ നിന്ന് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് നീങ്ങുകയും പ്ലാന്റേഷനിൽ നിലയുറപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡോക്ടർ അജിത് സക്രയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മയക്കുവെടി വെച്ചിരിക്കുന്നത്. എന്തായാലും ഘട്ടം എന്ന് പറയുന്നത് ഇവർ വിദഗ്ധ ചികിത്സ നൽകുക എന്ന് തന്നെയാണ്. ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ മസ്തകത്തിൽ വലിയൊരു മുറിപ്പാടുമായിട്ട് ഈ ആനയുണ്ട്. രണ്ട് സാധ്യതകളാണ് വിദഗ്ധ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഒന്നാമത്തെ സാധ്യതയാണ് കൂടുതൽ അവർ പരിഗണിക്കുന്നത്. രണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കുത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മുറിപ്പാടാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കൊമ്പ് കുത്തിയാണെങ്കിലും ഇങ്ങനെ ഒരു മുറിവുണ്ടാകാനും അത് വ്രണമാകാനും അതിൽ നിന്ന് പഴുപ്പ് പുറത്തു വരാനും ഉണ്ടാകുന്ന സാഹചര്യം അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ ഉണ്ട് എന്നൊരു സംശയം ഈ അജിത് സക്രിയ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു സാധ്യത എയർ ഗണ്ണുകൊണ്ട് ഷൂട്ട് ഏറ്റതാണോ എന്നൊരു സാധ്യത പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു മുറിപ്പാടിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ആനയിൽ പ്രകടമാകുന്നത്. ഏതാനും ദിവസങ്ങളായിട്ട് ഇത് ആതിരപ്പള്ളിയിലും ചാലക്കുടി മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ ഈ ആനയെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ അജിത് സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം ഇതിന് വേണ്ട രീതിയിലുള്ള വിദഗ്ധ പരിശോധനയും അതിന്റെ ഈ പറയുന്ന നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ അതിനകത്തുണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് അതിന്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നീക്കങ്ങൾക്കുമാണ് അടുത്തൊരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നത്. മനു.